ഹലോ ഗൈസ്, അപ്പോൾ 2000 രൂപയുടെ കീബോർഡ് കോസ്മിക് ബൈറ്റിൻ്റെ ഫയർഫ്ലൈ എന്ന് പറയുന്ന കീബോർഡാണ്. ഇതിൽ വരുന്ന ലൈറ്റിംഗ് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലൈറ്റിംഗ് ആണ്, ഭയങ്കര ബ്രൈറ്റ് ആണ്, മനസ്സിലായോ? അത് മാത്രമല്ല സോഫ്റ്റ്വെയർ ഉണ്ട് ഇതിൻ്റെ. അതിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡും കാര്യങ്ങളും മാറ്റാൻ പറ്റും. ഇതിൻ്റെ അകത്ത് കയറുന്നതുകൊണ്ട് ഇതിങ്ങനെ ഊരി എടുക്കുമ്പോഴത്തേ കണ്ട ഈ റെഡ് സ്വിച്ച് ആണോ നിങ്ങൾക്ക്? അതാണ് റെഡ് സ്വിച്ച്. ഇത് ഇവരുടെ തന്നെ സ്വന്തമായിട്ട് ഇറക്കിയ റെഡ് സ്വിച്ച് ആണ്. ഇത് ഭയങ്കര ടാക്ടൈൽ അല്ല, ഭയങ്കര ക്ലിക്ക് ചെയ്യല്ല, ആവശ്യത്തിന് ക്ലിക്കി സൗണ്ട് ഉണ്ട്. പക്ഷേ മറ്റേത് ബ്ലൂ സ്വിച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ടാക്ടൈൽ. എനിക്ക് അത്രയും ക്ലിക്ക് സൗണ്ട് വരുമ്പോഴത്തേക്കും സ്ട്രീം ചെയ്യുന്നതുകൊണ്ട് മൈക്കിൽ ഈ സൗണ്ട് പിടിച്ചെടുക്കും. എനിക്ക് അത് ഭയങ്കര ശോകമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇത്രയും നിങ്ങൾ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ബ്ലൂ സ്വിച്ചിലോട്ട് പോകും. അത് 1200 കിട്ടും. കസ്റ്റമൈസ് ചെയ്യാൻ കീബോർഡ് ഹോട്ട് സ്വാപ്പബിൾ ആണ്. 10 കീലെസ് ആണ് കീബോർഡ്. ഇല്ല, നമ്പർ പാഡൊന്നുമില്ല. അതിലെ പെർഫോമൻസ് എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 1000 പോളിംഗ് റേറ്റ് വരുന്നുണ്ട്. ആൻറ്റി ഗോസ്റ്റിംഗ് ആണെന്ന് വെച്ചാൽ ഒരു കീ ഞെക്കണ സമയത്ത് അടുത്ത കീ ഞെക്കിയാൽ അത് രജിസ്റ്റർ ഒക്കെ ആവും. കേബിൾ വന്നിട്ട് ബ്രേഡഡ് കേബിൾസ് ആണ് വരുന്നത്. ഈ കേബിൾ ഡിറ്റാച്ചബിൾ അല്ല, ഈ കേബിൾ. ഇതിൻ്റെ സ്പേസ് ബാർ റെസ്പോൺസീവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ സൗണ്ട് സ്പേസ് ബാറിൻ്റെ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഒരു സാധാരണ ഒരു കീബോർഡിൻ്റെ സ്പേസ് ബാർ പോലെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അതിൽ മെറ്റൽ പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ല രസമുള്ള ഒരു കീബോർഡും പെർഫോമൻസും അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മേടിക്കുക. താങ്ക് യു ഗൈസ്, ലവ് യു ഓൾ. ദിസ് മെനറ്റ് ഐ ആം സൈനിങ് ഓഫ്. ബൈ.